ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ടു അന്നൂസ് കിച്ചൺ സ്റ്റോറീസ് ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കുക്കിംഗ് വീഡിയോ അല്ല, ഞാൻ ഇന്നൊരു ഫ്രിഡ്ജ് ക്ലീനിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഫ്രിഡ്ജ് ക്ലീനിങ് വീഡിയോ എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് ഡീപ്പായി എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ എങ്ങനെയാണ് ഡീപ്പായി ക്ലീൻ ചെയ്യാമെന്നുള്ള വീഡിയോ ആണിത്. അതിനായി ഞാൻ ആദ്യം തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വെക്കുക കേട്ടോ ചെയ്യുന്നത്. നിങ്ങളിങ്ങനെയാണോ ഡീപ്പ് ക്ലീൻ ചെയ്യാറ്, അതോ ജസ്റ്റ് പുറമേ തുടച്ചിട്ടാണോ നിങ്ങൾ പോകാറ്? എന്നോട് പറയാൻ മറന്നു പോകരുത്. അപ്പം ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എല്ലാ സാധനങ്ങളും, അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് പുറത്ത് വെക്കും. പുറത്ത് വെച്ചതിന് ശേഷം ഒരു വെറ്റായിട്ടുള്ളതല്ല, നോർമൽ ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് കൊണ്ട് ആദ്യം ഒന്നെല്ലാം തുടച്ചതിന് ശേഷം നമ്മളെ ട്രേസും പിന്നെ എന്താ പറയുക ബോട്ടിൽ ജാർസും അതുപോലെ തന്നെ നമ്മളെ ബോട്ടിൽ റാക്കും ഒക്കെ അതിൻ്റെ അകത്ത് നിന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്നുകൂടി ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് ഒന്നുകൂടി ഒന്ന് തുടച്ച് എല്ലാം നീറ്റിൽ പുറത്തെടുത്ത് വെക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ ഡ്രൈ ക്ലോത്ത് കൊണ്ട് തുടച്ചതിന് ശേഷം ഞാനിവിടെ നെക്സ്റ്റ് വെറ്റായിട്ടുള്ള, അതായത് നനഞ്ഞ തുണിനെ കൊണ്ടാണ് തുടക്കാൻ പോകുന്നത്. ഞാൻ ഈ ഫ്രിഡ്ജ് ക്ലീനിങ് ആക്ച്വലി ഒരു 2 months കൂടുമ്പോഴാണ് ചെയ്യാറ്. അതായത് ഡീപ്പ് ക്ലീനിങ് ഒരു 1 to 2 months ആണ് ഞാൻ ചെയ്യാറ്. നിങ്ങളെങ്ങനെയാണ്? 1 month തന്നെ ചെയ്യുമോ അതോ വീക്ക്ലി തന്നെ ഡീപ്പ് ക്ലീൻ ചെയ്യുമോ എന്ന് എന്നോട് കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. ക്ലീൻ ചെയ്യാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും മറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിട്ടുണ്ടെങ്കിലൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. നോർമലി ഒരു ക്ലോത്ത് വെച്ചിട്ടോ ടിഷ്യൂ വെച്ചിട്ടോ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഡീപ്പ് ക്ലീനിങ് ഒരു 1 to 2 months ആകുമ്പോൾ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ വെറ്റായിട്ടുള്ള ക്ലോത്ത് കൊണ്ടാണ് മൊത്തത്തിലൊന്ന് തുടച്ച് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ പൊതുവേ നൈറ്റാണ് ഞാൻ ചെയ്യാറ്, അതുകൊണ്ടാണ് എൻ്റെ കോലും ഇങ്ങനെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക്. അപ്പോൾ നന്നായിട്ട് വെറ്റായിട്ടുള്ള ക്ലോത്ത് കൊണ്ട് തുടച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് തുടക്കുക ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും വെള്ളമായിട്ട് എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പേഴ്സിനെ കൊണ്ടോ നിങ്ങൾക്ക് തുടക്കാൻ പറ്റും. അപ്പം നന്നായി തുടച്ചതിന് ശേഷം നമ്മൾ ഈ ക്ലീൻ ചെയ്താലൊക്കെ നമുക്കൊരു സ്മെല്ല് വരും. അതായത് വൃത്തിയാക്കിയ ശേഷവും ബാഡ് സ്മെല്ലല്ല, എന്നാൽ ഒട്ടും ഒരു ഗുഡ് സ്മെല്ലല്ലാത്തൊരു സ്മെല്ല് വരും. അപ്പോൾ ആ സ്മെല്ല് വരാണ്ടിരിക്കാനൊരു ടെക്നിക്ക് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ലെമൺ കട്ട് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക പ്രസ് ചെയ്തിട്ട് ആ ലെമൺ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പൂട്ടി വെക്കുക. അത് പൂട്ടി വെച്ചതിന് ശേഷമാണ് ഞാനിവിടെ മേലെ ഫ്രീസർ ക്ലീൻ ചെയ്യുന്നത്. ഫ്രീസറും ആദ്യം ഞാൻ അതിലുള്ള എല്ലാ സാധനങ്ങളും റിമൂവ് ചെയ്തതിന് ശേഷം സെയിം താഴെ ചെയ്ത പോലെ തന്നെ ആദ്യം ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ടൊന്ന് പൊടികളൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വെറ്റായിട്ടുള്ള, അതായത് നന്ന തുണി കൊണ്ട് തുടച്ച് കൊടുക്കുന്നുള്ളൂ എല്ലാവരെയും. അപ്പം നമ്മൾ ഈ ഐസ്ക്രീം ആക്കിയതിൻ്റെ അല്ലെങ്കിൽ ഐസ്ക്രീം വെച്ചതിൻ്റെ ഒക്കെ ഡ്രോപ്സൊക്കെ ഉറ്റിയ കലകളുണ്ടാകും. അപ്പോൾ അതൊക്കെ തുടക്കണ്ടെങ്കിൽ വെറ്റായിട്ടുള്ള ക്ലോത്ത് കൊണ്ട് തുടച്ചാൽ മാത്രമേ പോവുള്ളൂ. അപ്പം ഞാൻ നെക്സ്റ്റ് വെറ്റായിട്ടുള്ള ക്ലോത്ത് കൊണ്ടാണ് തുടക്കുന്നത്. വെറ്റായിട്ടുള്ള ക്ലോത്ത് കൊണ്ട് തുടച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് തുടക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഫ്രിഡ്ജിലും ഞാൻ സെയിം ആ ലെമൺ കട്ട് ചെയ്ത് വെച്ച ലെമൺ ഉണ്ടല്ലോ, ആ ലെമൺ വെച്ചിട്ട് പൂട്ടി വെക്കുക ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാനിവിടെ ആ വീഡിയോ കട്ട് ചെയ്തു ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ പുറത്ത് വെച്ച എന്താ പറയുക ട്രേസും ഷെൽഫ്സൊക്കെ നന്നായി വാഷ് ചെയ്ത് സോപ്പ് ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്തിട്ടാണ് ഒരു 1/2 hour ശേഷം കേട്ടോ ഞാൻ റീഫിക്സ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ നടുക്കുള്ള ഗ്യാപ്പ് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ എല്ലാം ട്രേസും ഞാൻ റീഫിക്സ് ചെയ്തു. ഇപ്പോൾ ഒരു 1/2 hour ശേഷമാണ് ഞാനിപ്പോൾ താഴത്തെ ഫ്രിഡ്ജിൻ്റെ ഇതും റാക്സും ഒക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല് വരും. കാരണം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ആ ലെമൺ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഫ്രിഡ്ജ് നല്ലൊരു സ്മെല്ലാണ് വരിക. ആ ലെമൺ ഒരു 1 day അതിൻ്റെ അകത്ത് ഇരുന്നതിന് ശേഷം നിങ്ങൾക്കത് എടുത്ത് കളയാം. അപ്പം ഞാനിത് എല്ലാ റാക്സും ഫിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതെന്ന് എന്നോട് കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. അതുപോലെ ഞാൻ വീക്ക്ലിയാണ് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഒരു 2 months കൂടുമ്പോൾ ഞാൻ ഇതേപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഡീപ്പ് ക്ലീനിങ് വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ ക്ലീനിങ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നോട് കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. എങ്ങനെയുണ്ട് ഞാൻ ക്ലീൻ ചെയ്തത്? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റും.
ഇനി ഒരു 1 അവറിന് ശേഷം നമുക്കെല്ലാം റീഫിൽ ചെയ്യാം, അതായത് സാധനങ്ങളൊക്കെ തിരിച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റാം. അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം മിനിമം ഒരു 1 അവറിന് ശേഷം മാത്രമേ സാധനങ്ങളൊക്കെ റീഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്, അത് മറന്നു പോകരുത്. അപ്പോൾ ഇനി നമുക്കൊരു അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.